ദിവസത്തിൽ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു അനുഭവം അത്ഭുതം. എല്ലാ ആധ്യാത്മിക ശക്തിയും ധർമ്മത്തിൻ്റെ ശക്തിയുമുള്ള ഒരുമിച്ചുള്ളൊരു പ്രവാഹമായിരുന്നു. കേരളത്തിലെയും ഭാരതത്തിലെയും സാധുസന്ത് മഹാത്മാക്കളുടെ എല്ലാ തരത്തിലുള്ള പ്രാതിനിധ്യവും ഒത്തുചേർന്ന് അടൽ അഖാഡയുടെ മഹാരാജ്, മോഹൻജി ഫൗണ്ടേഷൻ്റെ മോഹൻജി, ജൂന അഖാഡയുടെ ശ്രീ മഹന്തുക്കൾ, നിരഞ്ജനി അഖാഡയുടെ മഹന്തുക്കൾ, നിരവധി സാധുസന്ത് മഹാത്മാക്കൾ, കേരളത്തിലെ ചിന്മയ മിഷൻ്റെ ദയാനന്ദാശ്രമത്തിൻ്റെയൊക്കെ ആചാര്യന്മാർ, അങ്ങനെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സ്നാനമായിരുന്നു ഇന്ന് നടന്നത്. ആ സ്നാനം ഭവ്യമായിട്ട് നിളാതീരത്ത് ഗംഗാസ്നാനം ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 11 മണിക്ക് സന്യാസിമാരുടെ സമഷ്ടി ഭണ്ഡാര ആരംഭിക്കും. മുഴുവൻ, അതായത് മാഘമേളയുടെ മുഴുവൻ കാര്യക്രമത്തോടും കൂടിയാണ് മാഘം നടന്നത്. അതിൽ ഭാരതത്തിൻ്റെ തന്നെ എല്ലാ സന്ത് സമാജത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഉണ്ടായി എന്നുള്ളതൊരു വലിയ അനുഗ്രഹം. അത് ഈ ഭൂമിയിൽ ഇനി ആധ്യാത്മികതയുടെ ശക്തി, ഹിന്ദുധർമ്മത്തിൻ്റെ ശക്തി ഒരു വലിയ ആഴത്തിലും വളർച്ചയിലും മുന്നോട്ട് പോകും എന്നുള്ളതിന് ഗുരുപരമ്പരയുടെയും ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മളിന്ന് നടന്ന സ്നാനത്തിനെ കാണുന്നത്. എങ്ങനെയാണ് ഇന്നിപ്പോൾ അവസാന ദിവസമാണ്. കഴിഞ്ഞ ഇത്രയും ദിവസം ഞങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഭക്തിസാന്ദ്രമായിരുന്നു. ഞങ്ങൾക്കും മുൻപൊരിക്കലും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഈ നിമിഷത്തിൽ എന്താണ് സ്വാമിജിക്ക് പറയാനുള്ളത്? ഒന്ന്, നമ്മൾ ആദ്യം സ്വാമി പ്രതികരണം എടുത്തപ്പോൾ 5000-10,000 പേരൊക്കെ വരുമെന്നാണ് സ്വാമി പറഞ്ഞത്. പക്ഷേ ലക്ഷങ്ങൾ ഒഴുകിയെത്തി. എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ കാണുന്നത്? അത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഹിന്ദുധർമ്മം വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത് എന്ന് ഗുരുപരമ്പരകൾ ഈ ഭൂമിയിൽ ഇത്രകാലവും തപോനിഷ്ഠരായി തപസ് ചെയ്ത, സാധന ചെയ്ത ഗുരുപരമ്പരകൾ നിശ്ചയിച്ചിരിക്കുന്നു. അതിൻ്റെ കാലം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. അതുതന്നെയാണ്. വളരെ നന്ദി സ്വാമി. എങ്ങനെയാണ് സ്വാമി ഈ ഒരു നിമിഷങ്ങൾ എങ്ങനെ കാണുന്നത്? ഇത് പരമാനന്ദം എന്നേ പറയാനുള്ളൂ. അലഹബാദ് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ എല്ലാ സന്ത് മഹാത്മാക്കൾക്കും അതുപോലെയുള്ള വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് വരും വർഷങ്ങളിൽ ഇനിയും ഒരു വലിയ രൂപമായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ 1-ാം വർഷം ഒരു ഒരുക്കവുമില്ലാതെ തുടങ്ങിയതായുള്ള ഈ ഒരു പരിപാടി. ഈശ്വരേച്ഛ കൊണ്ട് ഗംഭീരമായി വിജയിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ആ ഗുരു പരമ്പരയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥനാപൂർവ്വം ഹരിയോം. അതുതന്നെയാണ്. ഏതായാലും സന്യാസി വര്യന്മാർ, നാഗസന്യാസിമാരുടെ നേതൃത്വത്തിൽ ആ സ്നാനം, അമൃത സ്നാനം ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അത് ഈ നാഗസന്യാസിമാരുടെ നേതൃത്വത്തിലുള്ള അമൃത സ്നാനം തന്നെയാണ്. ആ അമൃത സ്നാനം ഏതായാലും പൂർത്തിയായിരിക്കുന്നു. സ്വാമി അനന്തവനം ഭാരതി പറഞ്ഞതുപോലെ വിവിധ അഖാഡകളുടെ മഹന്തുകളും ശ്രീമഹന്തുകളും എല്ലാം ഈ സ്നാനത്തിന് എത്തിച്ചേർന്നു എന്നുള്ളത് കേരളക്കരയുടെ വലിയൊരു ഭാഗ്യമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിലെ വലിയൊരു ഏടായി മാറാൻ പോകുന്ന ഒരു വലിയ സംഗമത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. അന്ന് ഇത്രയും മഹാത്മാക്കൾ ഒരേ സമയം ഈ മണ്ണിലുണ്ട് എന്ന് പറയുന്നത് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗ്യമാണ്. അത് ദർശിക്കാൻ സാധിക്കുക. ഈ പ്രേക്ഷകർക്ക് ടി വിയിലൂടെ ആണെങ്കിലും അത് കാണാൻ സാധിച്ചു എന്നത് വലിയൊരു ഭാഗ്യമായി തന്നെ നമുക്ക് പറയാമല്ലേ അരുൺ? തീർച്ചയായിട്ടും. മാത്രമല്ല, നമുക്ക് ഇനി ഈ കാഴ്ചകൾ കാണണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. കാരണം കേരളത്തിലെ ആ 271 വർഷങ്ങൾ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കിയ ആ ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അത് ഭക്തർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് ഭക്തർ ഒഴുകിയെത്തുന്നു ഈ പുണ്യഭൂമിയിലേക്ക്. ഏതായാലും ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ഭക്തരാണുള്ളത്. ആ ലക്ഷക്കണക്കിന് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം വലിയ ഒരു പോസിറ്റീവ് എനർജി, എല്ലാവർക്കും പരമാനന്ദം എന്നുള്ളത് തന്നെയാണ് എല്ലാം ഇവിടെ എത്തിയ ആളുകൾ ഓരോരുത്തരും പ്രതികരിച്ചിട്ടുള്ളത്. സമാനമായ രീതിയാണ് നമുക്കും ഉള്ള അനുഭവം എന്നുള്ളത്. രാവിലെ ഏതായാലും പ്രധാന ചടങ്ങ് അമൃത സ്നാനമാണ്. അതിനി പൂർത്തിയായിരിക്കുന്നു. അടുത്തത് ഭണ്ഡാര 11 മണിക്ക് ശേഷമായിരിക്കും ഭണ്ഡാര ചടങ്ങുകൾ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകളെല്ലാം ഇത് ആദ്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ചടങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എല്ലാവർക്കും അതിൻ്റെ ഒരു കൗതുകം നമുക്ക് കാണാൻ സാധിക്കും. കാരണം സാധു സന്യാസിമാർ ഇത്രയും പെട്ടെന്ന് നടന്നു വരുമ്പോഴും അവരെല്ലാവരും അതിനൊപ്പം ഓടിയെത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർത്തും വളരെ ഭക്തിനിർഭരമായ ഒരു കാഴ്ച തന്നെയാണ്
തിരുനാവായയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഏതായാലും ഭണ്ഡാര ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞാൽ വൈകുന്നേരം എല്ലാവരും കാത്തിരിക്കുന്ന നിള ആരതിയുണ്ട്. നിള ആരതി ഇന്നത്തോടുകൂടെ നിള ആരതിയോടുകൂടെയാണ് ഈ ഒരു കുംഭമേളയ്ക്ക് സമാപനമാവുന്നത്. ഏതായാലും ഇപ്പോൾ രാവിലത്തെ അമൃത സ്നാനം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ഏകദേശം 11-12 മണിയോടുകൂടെ ആയിരിക്കും ഭണ്ഡാര നടക്കുക. അതിനുശേഷം വൈകിട്ടോടുകൂടി നിള ആരതിക്ക് എന്തായാലും ഇത്തവണ ഈ ഒരു ഇന്നത്തെ ദിവസം അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും അത് വലിയ രീതിയിൽ ഇരട്ടിയാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതിൽ തർക്കമില്ല. ഗൗതം, ഏതായാലും തിരുനാവായയിലെ അന്തരീക്ഷം ഭക്തിസാന്ദ്രമാണ്. എല്ലായിടത്തും നമഃശിവായയും ഹരഹര മഹാദേവ വിളികളുമൊക്കെ മുഴങ്ങി ഇങ്ങനെ വലിയ രീതിയിലുള്ള ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണിപ്പോൾ തിരുനാവായയിലുള്ളത്. ഓക്കെ അരുൺ, ശില്പ, ഒപ്പം അടുത്ത വർഷവും ഈ മഹാമാഘ മഹോത്സവം ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കുംഭമേള സാധാരണയായി 3-4 വർഷങ്ങൾ കൂടുമ്പോഴാണല്ലോ ഈ മഹാനദികളുടെ തീരത്ത് നടക്കുന്നത്. പ്രയാഗ്രാജിലാണെങ്കിലും ഉജ്ജയിനിലാണെങ്കിലും നാസിക്കിലൊക്കെ ആണെങ്കിലും. അപ്പോൾ ഈ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരു പരമ്പര എങ്ങനെയായിരിക്കും? അത് ഓരോ വർഷവും ഉണ്ടാകുമോ, അതോ 3-4 വർഷങ്ങൾ കൂടുമ്പോഴാകുമോ ഇനിയും നിളയുടെ തീരത്ത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള വലിയ ഭക്തജനപ്രവാഹം ഉണ്ടാകുക? ഗൗതം, എല്ലാ വർഷവും ഈ ഒരു കുംഭമേള, കേരളത്തിന്റെ കുംഭമേള ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. 2028 അഖണ്ഡ കുംഭമേള വരുന്നത്. എനിക്ക് തോന്നുന്നു മഹാകുംഭമേളയൊക്കെ പോലെ 10 വർഷത്തിലൊരിക്കൽ നടക്കാൻ പോകുന്ന കുംഭമേള അത്രയും വലിയ രീതിയിൽ നടത്താൻ പോകുന്ന 2028 കഴിഞ്ഞ ദിവസം സ്വാമി ആനന്ദവനം നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. മോഡേൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ടീസർ മാത്രമാണ്. യഥാർത്ഥ സിനിമ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ സനാതന ധർമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ടീസർ മാത്രമാണിത്. യഥാർത്ഥ സിനിമ അല്ലെങ്കിൽ യഥാർത്ഥ അതിൻ്റെ കൂടുതൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സനാതന ധർമ്മ വിശ്വാസികൾ മുഴുവൻ ഇവിടേക്ക് കൂടുതലായിട്ട് എല്ലാവരും ഒഴുകിയെത്തുന്നത് നമുക്ക് 2028 കാണാൻ സാധിക്കും. ഏതായാലും 2027 ഇനി അടുത്ത വർഷവും ഇതേപോലെ മഹാമാഘ മഹോത്സവം ഉണ്ടായിരിക്കും. ഏതായാലും ഈ വർഷത്തെ നമുക്കറിയാം ഭൂതപൂർവമായ തിരക്ക്. അതെ, അവർ പറഞ്ഞത് 3 വർഷം കൊണ്ടുണ്ടാകുമെന്ന് വിചാരിച്ച തിരക്കാണ് 3 ദിവസം കൊണ്ട് ഇവിടെ തിരുനാവായയുടെ മണ്ണിൽ ഈ മഹാമാഘ മഹോത്സവം തുടങ്ങിയതിന് ശേഷം ഉണ്ടായത് എന്നാണ് സംഘാടകർ എല്ലാം പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ കൃത്യമായി എത്താൻ സാധിക്കുമ്പോൾ എത്രത്തോളം ആയിരിക്കും ആ തിരക്ക് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ്. ഏതായാലും മഹാമാഘ മഹോത്സവം ഇനിയിപ്പോൾ നിളയുടെ തീരത്ത് അടുത്ത വർഷം വരെ നമുക്ക് കാത്തിരിക്കണം. ഇന്ന് കണ്ട ഈ അമൃത സ്നാന ചടങ്ങിന് ഇനി ഏതായാലും അടുത്ത വർഷം വരെ കാത്തിരിക്കും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്നാനം ഓരോ ദിവസവും രാവിലെ കൃത്യം 8:30 ജനം TV സ്ക്രീനിലൂടെ പ്രേക്ഷകർ തത്സമയം കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും ഈ സ്നാന ചടങ്ങുകൾ ഇന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ വേദമന്ത്രങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടിയുള്ള ആ ഒരു സ്നാനം, വേദസ്നാനം, അതിനി ഏതായാലും അടുത്ത വർഷമേ നമുക്ക് സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു ചടങ്ങുകൾ ഏതായാലും ഇനി ഓരോന്നായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ രാവിലെയും പറഞ്ഞിരുന്നു, നമ്മൾക്ക് ഈ കുംഭമേള ഇവിടെ ഇങ്ങനെ പുരോഗമിക്കുന്ന സമയത്ത് ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ ഇതിനെ തകർക്കുന്നതിനൊക്കെ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും വിലപ്പോയില്ല. അതിനുശേഷം പിന്നീട് ഈ ഒരു കുംഭമേള ഇവിടെ നടക്കുമ്പോൾ അതിന് ഇത്രയും ലക്ഷങ്ങൾ ഒഴുകി എത്തിയപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട നമ്മൾ നവമാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. മുടക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെ അടുത്ത പ്രാവശ്യം മുൻപന്തിയിൽ നിന്ന് ഇത് നടത്തുന്ന ഒരു കാഴ്ച എന്തായാലും കേരളം കാണും. തീർച്ചയായും അത്തരത്തിലാണ്. മാത്രമല്ല ഇപ്പോൾ ഈ ഒരു ഇത്രയും ലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളോ അവിടെ കുറച്ച് സന്യാസി വര്യന്മാരുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരിലേക്ക് കൂടി ഒന്ന് പോകാം. എനിക്ക് തോന്നുന്നു അവർ ഇന്ന് വന്ന സന്യാസി വര്യന്മാരാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടെ കടക്കാമെന്നാണ് കരുതുന്നത്. അവർ സന്യാസി हिंदी कैसे लगते हैं हम पर? यहाँ आकर बहुत अच्छा लगा. ये मीडियम कुंभ बहुत अच्छा साल हो, फिर दोबारा आएंगे. अब लोगों को बुलाएगा और ये अच्छा लगा. बाबा, तुम्हारा नाम, आपका नाम क्या है? मेरा नाम चंदन भारती महंत नांगा बाबा, जैन महाकाल. ധന്യവാദം. തീർച്ചയായിട്ടും അദ്ദേഹം ഉജ്ജയിനിൽ നിന്ന് വന്നിട്ടുള്ള അഘോരി സന്യാസി പറയുന്നത് ഇവിടുത്തെ ഒരു അന്തരീക്ഷം അത്രത്തോളം ഭക്തിമുഖരിതമാണ്, അല്ലെങ്കിൽ ആത്മീയമുഖരിതമാണ്. ഇനിയും
കേരളം പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കുംഭമേള നടക്കും, അതിൽ ഭാഗവാക്കാവും എന്ന് ഈ നാഗസന്യാസിമാരെന്തായാലും ഒരിക്കലും അവർ കരുതിയിട്ടുണ്ടാവില്ല. കാരണം നമുക്കറിയാം ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അത് കാലങ്ങളായി ഇല്ലാതാക്കപ്പെട്ടതാണ്. അങ്ങനെ ഇല്ലാതാക്കപ്പെട്ട ആ കാര്യങ്ങൾ ഇപ്പോഴേതായാലും അതിൻ്റെ പൂർവാധികം ഭംഗിയായിട്ട് തന്നെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ ദിനവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ നേരത്തെ മഹാമണ്ഡലേശ്വർ ഈ ഒരു വിഷയത്തിൽ തടസ്സമൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, തങ്ങൾ തീരുമാനിച്ച പ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കും എന്നുള്ളത്. ഏതായാലും ആ തീരുമാനിച്ച പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ ഈ അവസാന ദിനത്തിലും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ നമുക്ക് പറയാം. അതായത് ഇപ്പോഴത്തെ ഇത്രയും ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തിയ സാഹചര്യത്തിൽ പലരും പറയുന്നത് കുംഭമേള എന്ന് പറയുന്നത് കുംഭത്തിൽ നിന്നും അമൃത് വീണ 3-4 സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്നതല്ലേ, അതെങ്ങനെയാണ് കേരളത്തിൽ ഉണ്ടാവുക, ഇത് സൃഷ്ടിച്ചതല്ലേ എന്നൊക്കെ തരത്തിൽ പുതിയ ഒരു ഇതിൻ്റെ ഒരു അജണ്ടയുമായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ശ്രദ്ധയിലേക്ക് കൂടെ നമുക്കൊരു കാര്യം പറഞ്ഞു വെക്കാം. ഇത് ബ്രഹ്മദേവൻ ധ്യാനം ചെയ്ത യാഗം നടത്തിയ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മദേവൻ തപസ് ചെയ്ത ഭൂമി, നിരവധി ഋഷിവര്യന്മാർ തപസ് ചെയ്ത ഭൂമിയായ താപസന്നൂർ എന്ന ഇപ്പോഴത്തെ തവനൂരിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അത് മാമാങ്കം എന്ന രീതിയിലൊക്കെ വളച്ചൊടിച്ച് അതിനെ പല തരത്തിൽ ഇവിടെ എപ്പോഴും യുദ്ധങ്ങളും മറ്റുമൊക്കെയാണ് മാമാങ്കത്തിന് നടക്കാറ് എന്നൊക്കെയുള്ള വളച്ചൊടിച്ച ചരിത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ചരിത്രത്തിനും ഒരു പിന്നാമ്പുറമുണ്ട്. ആ പിന്നാമ്പുറം എന്നുള്ളത് കൃത്യമായിട്ട് ആ ബ്രഹ്മദേവൻ ത്രിമൂർത്തി മലകളിൽ അവിടെ അദ്ദേഹം യാഗം നടത്താൻ പോകുന്നു. പരശുരാമൻ കേരളം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ഐശ്വര്യത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ് അവിടെ യാഗം നടത്താൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നടത്തിയ മഹാമാഘ മഹോത്സവത്തിലെ എല്ലാ പൂജകളും സമൂഹ നന്മയ്ക്ക് വേണ്ടി തീർച്ചയായും അതേ രീതിയിലായിരുന്നു അന്ന് ബ്രഹ്മദേവൻ യാഗം നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ആ യാഗം നടത്താൻ സരസ്വതി ദേവി വൈകി എത്തുന്നു. അതിനുശേഷം ഗായത്രി ദേവിയെ വെച്ച് അവിടെ യാഗം നടത്തുന്നു. സരസ്വതി ദേവി പിണങ്ങി ഗായത്രി ദേവിയെ പുഴയായി പോട്ടെ എന്ന് പറയുന്നു, തിരിച്ചും പുഴയായി പോട്ടെ പറയുന്നു. പിന്നീട് അവരൊരു കോംപ്രമൈസിലെത്തിയ ഒരു അംശങ്ങൾ പുഴയായിക്കോട്ടെ എന്ന തരത്തിൽ പറയുന്നു. അങ്ങനെ പുരാണങ്ങളൊന്നും അറിയാത്തവർ, ഈ പുരാണ ഇതിഹാസങ്ങൾ അറിയാത്തവർക്കായിരിക്കും ഇത് പടവട്ടലും അല്ലെങ്കിൽ രക്തം ചൊരിയുന്നതുമായ മാമാങ്കം മാത്രമാണ് ഈ മണ്ണിൽ നടന്നത് എന്ന് അവർക്കായിരിക്കും അറിയുക. അതറിയാത്ത ആളുകൾ ഇപ്പോൾ ഈ സ്ക്രീനിലൂടെ കാണുന്ന ആളുകൾക്ക് ഉൾപ്പെടെ പറഞ്ഞു വെക്കാനുള്ളത് ഇത് ഈ രാജ്യത്തിന്റെ സംസ്കാരം. ആളുകളൊക്കെ അത് തിരിച്ചറിഞ്ഞു തുടങ്ങി. കൃത്യമായ കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് അഭിമുഖങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കൃത്യമായ മഹാമഹോത്സവം, അല്ലെങ്കിൽ സ്വാമി ആനന്ദവനം തന്നെ ഒരുപാട് തവണ അത് പ്രേക്ഷകരോട് പറയുന്ന സാഹചര്യം. ഇപ്പൊ യഥാർത്ഥ ചരിത്രം എത്രത്തോളം മറച്ചു വെച്ചാലും ആരിലേക്കും എത്താതിരിക്കില്ല എന്നുള്ളൊരു സത്യം ഇത് തീർച്ചയായും. ചരിത്രം എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, നമ്മുടെ നാട്ടിന്റെ ആ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് ഇല്ലാതാക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് സനാതന ധർമ്മം എന്ന് ഒന്നുകൂടി അടിവരയിടുന്ന കാര്യമാണ് ഈ കുംഭമേള എന്നുള്ളത്. ഇവിടെ വന്നവരോട് അവരുടെ ഒരു അനുഭവം ചോദിക്കാം. മോളെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. വെള്ളം ചെയ്ത് സ്നാനമൊക്കെ ചെയ്തു. അമ്മയ്ക്ക് എന്താണ് പറഞ്ഞറിയിക്കാനാകാത്ത അനുഭവമാണ് ഉണ്ടായത്. എല്ലാം കിട്ടി. നമ്മുടെയൊക്കെ ഒരു ഭാഗ്യല്ലേ ഭാഗ്യം. ഈ ജന്മം ഇവിടെ ജനിച്ചത് തന്നെ ഭാഗ്യം. ഹിന്ദുവായി ജനിച്ചതും ഭാഗ്യം, ഈ ജന്മം കിട്ടിയതും ഭാഗ്യം. ഇത്ര ഭാഗ്യം ഇനി ഇവിടെ ജന്മത്തിൽ കിട്ടുമെന്ന് അറിയില്ല. വിചാരിച്ചതെല്ലാം നേടി. സാർ അത് സൂപ്പറായിരുന്നു സാർ. ഇങ്ങനെ മാമാങ്കം നമുക്ക് അങ്ങ് പോയി കാണാൻ പറ്റില്ല, പക്ഷേ കേരളത്തൊരു മാമാങ്കം തന്നെ ഇത് ഒരു ചരിത്രം തന്നെ കുറിക്കപ്പെടുകയാണ്. അത്രയും നല്ലൊരു ഉത്സവമാണ്. ഇനിയും എല്ലാ വർഷം പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഭഗവാൻ നിശ്ചയിക്കും പോലെ, ഇവിടുത്തെ നവമോഹത്തെ നിശ്ചയിക്കും പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സനാതന ധർമ്മത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ്. നമുക്കറിയാം, തിരുനാവായ ക്ഷേത്രഭൂമി എന്ന് പറയുന്നത് ഭാരതത്തെ മുഴുവൻ, ഈ ലോകത്തിന് മുഴുവനുള്ള പുണ്യമായിട്ട് ഇവിടെ പെയ്തിറങ്ങുകയാണ്. ഇതിൻ്റെ സംഘാടക സമിതിക്കും എല്ലാവർക്കും, നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ധർമ്മം പുലർത്തുന്ന എല്ലാവർക്കും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ശില്പ, മോഹൻജി കൂടി നമുക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കും. മോഹൻജിയും ഈ ഒരു കുംഭമേളയുടെ ആദ്യം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അന്നദാനം ഉൾപ്പെടെ നമുക്കറിയാം ഇവിടെ ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരാണ്. ആ ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകുന്നത് മോഹൻജിയുടെ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമൃതസ്നാനത്തിന്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട്? തിരുനാവായിലെ അന്തരീക്ഷം ഇത് ഒരു അല്ലേ, ഇത്രയും ആൾക്കാർ വരും പ്രതീക്ഷയില്ല. ഒരു പ്രശ്നമില്ലാണ്ട് ഇത്ര 15th ഡേ അല്ലേ, 15ാമത്തെ ദിവസമാണ്. ഒരു പ്രശ്നമില്ലാണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് എല്ലാം വൃത്തിയായിട്ട് നടന്നില്ലേ. അതന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതായത് ഒരു ഡിസിപ്ലിൻ കണ്ട നമ്മൾ അത്രയും ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മളിത് നടക്കുന്ന അറിയില്ലല്ലോ ഇത്രയും ലെവലിൽ. നമ്മൾ ഉദ്ദേശിച്ച ഒരു 3000 പേര് 4000 പേര് വരുന്നുള്ളതല്ലേ.
ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട് കേട്ടോ, അതെല്ലാവരും ആരെയും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ആ ഡിസിപ്ലിന് ഓർഡറിന് മാത്രം നമ്മൾ ഫുൾ മാർക്ക് കൊടുക്കണം. ഒരു ഓട്ടോമാറ്റിക് ഓർഡർ അല്ലേ, ആ ഓർഡർ തന്നെത്താൻ വന്നതല്ലേ, ആരും ക്രിയേറ്റ് ചെയ്തതല്ലോ അല്ലേ. പിന്നെ അതേപോലെ എല്ലാവരും നമുക്ക് ഡിസിപ്ലിൻ ആക്കാൻ പറ്റില്ല. എത്രയോ സ്ഥലത്തു നിന്ന് വരുന്ന, ഇവിടുന്ന് മാത്രമല്ല വിദേശികളും ഉണ്ടല്ലോ, പല രാജ്യത്തു നിന്ന് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരോടും ഒന്നും പ്രിപ്പയർ ചെയ്യും പ്രീ പ്ലാനും പറ്റില്ല. അപ്പോൾ സ്വാമിജി മണ്ഡലേശ്വർ പീഠാധീശ്വർ സുശീൽ ജി മഹാരാജ്, പാർലമെന്റ് ഓഫ് ഓൾ റിലീജിയൻസ്. I am surprising. It's a beautiful program due to blessing of माँ गंगा, जमुना, सरस्वती, सभी नदियों का जो संगम होता है, साधु संत मिलकर स्नान करते हैं, उस भूमि पर उस ईश्वर की कृपा बरसता है. हम हर वर्ष आएंगे और इसको और बड़ा करेंगे, सब लोगों को लाएंगे. എല്ലാ കൊല്ലം ഇവിടെ വന്നിട്ട് ഇതിലും വലുതും വലുതാക്കും എന്ന് പറയാം. എല്ലാവർക്കും ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. വലിയ സംതൃപ്തിയില്ലേ, ഭയങ്കര ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതെനിക്ക് കൊണ്ട് വന്നു പോയവർക്കൊക്കെ ആ ഫീലിംഗ് ഉണ്ട്. അത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാൻ പറ്റുന്നുണ്ട്. അത് ആരത്തി വെച്ച് നോക്കുകയാണെങ്കിലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രിസിഷൻ ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഇനി അടുത്ത വർഷങ്ങളിൽ കുംഭമേള ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം പല നാച്ചുറലി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോൾ മഹാമണ്ഡലേശ്വരൻ എന്നെ ഫോൺ ചെയ്തപ്പോൾ ഇത്രയൊന്നും വലിയൊരു സ്കോപ്പല്ല പറഞ്ഞത്, പക്ഷെ അത് ആ ലെവലിലായി. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അത് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രയാഗ്രാജിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലേ, അത് അവർ അത്രയും വലിയൊരു പ്ലാൻ ഇട്ടിരുന്നില്ല. പക്ഷേ എത്ര കോടി ആൾക്കാർ, 60 കോടി ആൾക്കാർ വന്നില്ലേ. അതിൽ ആ ഒരു സൈസ് ഓഫ് ആക്ടിവിറ്റി നോക്കുമ്പോൾ അതിൻ്റെ പാളിച്ചകൾ കുറവാണ്, വലിയ കുഴപ്പമില്ലായിരുന്നു, നന്നായി നടന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ സ്കോപ്പിനേലും വലുതായി നടന്നു. പക്ഷേ എന്നാലും അതിൻ്റെ പ്രിസിഷനും അതിൻ്റെ ഡിസിപ്ലിനും ഒക്കെ നോക്കുമ്പോൾ വളരെ നല്ലൊരു ലെവലിലാണ് നടന്നത്. അത് വരും. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഉത്സവമാണ്. ഈ എല്ലാവർക്കും ആ സന്തോഷം, ആ എനർജി ആവശ്യമുണ്ട്. നമുക്ക് വെറുതെ തോന്നുകയാണ് ഇത് കുറച്ച് പേരുടെയാണ്. അങ്ങനെയല്ല ഇത്. ഇതൊരു സമൂഹത്തിൻ്റെയും ഒരു സ്ഥലത്തിൻ്റെയും ഒക്കെ ഒരു ഉണർവാണ്. അപ്പോൾ അത് ആ സ്ഥലം ഡിമാൻഡ് ചെയ്യും, സന്ദർഭം ഡിമാൻഡ് ചെയ്യും, അത് തന്നെത്താൻ വരും. അത് മഹാമണ്ഡലേശ്വരാണ് ഇതിൻ്റെ മെയിൻ ആൾ. അദ്ദേഹമാണ് ഇതിൻ്റെ മുഴുവൻ ആങ്കർ, പില്ലറ്. അദ്ദേഹം അങ്ങനെ ആ പില്ലറായി നിന്നതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നു. ഒരാളുടെ സങ്കല്പമാണ്. ആ സങ്കല്പത്തിന് ശക്തി വേണം, ഇച്ഛാശക്തി വേണം, ഡിറ്റർമിനേഷൻ നന്നായിട്ട് വേണം. അതുണ്ടെങ്കിൽ എല്ലാം തന്നെത്താൻ വരും. പിന്നെ ഓബ്സ്റ്റക്കിൾസ് എന്ന് വെച്ചാൽ തടസ്സങ്ങൾ എല്ലപ്പോഴും ഇല്ലേ, നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇല്ലേ. എല്ലാം സ്മൂത്തായി നടക്കില്ലല്ലോ. അങ്ങനെ നടന്നാൽ ചിലപ്പോൾ അതിനുള്ള വൃത്തി ഉണ്ടാവില്ല. എല്ലാം സ്മൂത്തായി നടക്കുന്ന വെച്ചാൽ ജീവിതം സുഖമല്ലേ, എല്ലാ കാര്യങ്ങളും അതേപോലെയൊക്കെ നടക്കും. പക്ഷേ എങ്കിലും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 ആളെടുത്താൽ 90 പേരെങ്കിൽ 95 പേരും നല്ലതേ പറയുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. എങ്ങനെയായിരിക്കും കേരളത്തിൻ്റെ ഒരു ആത്മീയ ചരിത്രത്തെ ഇതിൽ മാറ്റാൻ സാധിക്കുന്നത്? അതൊന്നും നമ്മുടെ വിഷയമല്ല ശരിക്കും. നമ്മൾ ഈ അതൊക്കെ ഈ ആത്മീയത ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ഓരോ വ്യക്തി സംബന്ധമായിട്ടുള്ളതാണ്. അത് അവരെങ്ങനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നതനുസരിച്ചിരിക്കും. പിന്നെ എപ്പോഴും ആത്മീയത നമുക്ക് വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അത് അവർക്ക് ഉള്ളിൽ ഫീൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഒരു പോസിബിലിറ്റി എന്നുള്ള ലെവലിലെങ്കിൽ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒരു നല്ലൊരു പോസിബിലിറ്റി, അതായത് നല്ലൊരു കൂട്ടായ്മ, ആരും തമ്മിൽ വൈരാഗ്യമില്ല, ഒരാളും വലുതും ചെറുതുമല്ല, എല്ലാവർക്കും ഒരേപോലത്തെ സ്ഥാനമുണ്ട്, പ്രസൻസ് ഉണ്ട്, എല്ലാവരുടെ പ്രസൻസിനും പ്രസക്തി ഉണ്ട്. ആ ലെവലിൽ വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഒത്തുചേരലായില്ലേ. ഒരു കോമ്പറ്റീഷനും ഇതിനകത്തില്ലല്ലോ. എത്രയോ സ്വാമിമാർ വന്നില്ലേ, എല്ലാവരും കൈ പിടിച്ച് നടക്കുന്നത് കണ്ടില്ലേ. ആർക്കും ആരോടും നമ്മളെന്താ വെച്ചാൽ നമ്മൾ ആ റെസ്പെക്റ്റ് പഠിക്കണം. ഇത് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ കൾച്ചർ. അത് നമ്മൾ ഒരു കൾച്ചർ ഓഫ് റെസ്പെക്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ചത്, ഇവിടെ ഇതിനോട് ചേർന്നതും അവരവരുടെ പ്രാക്ടീസുകൾ ഫോളോ ചെയ്തും. ആ കൾച്ചർ ഓഫ് റെസ്പെക്റ്റ് എപ്പോഴും നിലനിൽക്കണം. സ്വാമിജി ഈ സർവ്വധർമ്മ സൻസദ് ഉണ്ട്, പാർലമെൻറ്റ് ഓഫ് ഓൾ റിലീജിയൻ, അത് അറിയാലോ, ഷിക്കാഗോയിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ. അതിലും വലിയ ലെവലിൽ ഇവിടെ കൊണ്ടുവരാൻ നിൽക്കുക ഇന്ത്യയിൽ, ഭാരതത്തിൽ. സർവ്വധർമ്മ സൻസദ് ബിഗർ ദാൻ യുണൈറ്റഡ് നേഷൻസ്. It's a very big banner within a few months. It's due to Mohanji. They take very pain to organize the whole world for Vishwa Shanti. അത് ഇനി വരുമ്പോൾ എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ മത അധ്യക്ഷരും ഉണ്ട്, പിന്നെ ചീഫ് ഇമാമുണ്ട്, മറ്റേ ക്രിസ്ത്യൻ ചീഫുണ്ട്, ബിഷപ്സ് എല്ലാവരും ഉണ്ട്.
എന്താ കാരണം വെച്ചാൽ ഇനിയുള്ള സമയത്ത് എല്ലാവരും റെസ്പോൺസിബിൾ ആവണം, എന്നാലേ സൊസൈറ്റിക്ക് ശാശ്വതമായിട്ട് ശാന്തിയും സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹമൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുന്ന ആളാണ്. ഇദ്ദേഹം യുവർ മിനിസ്റ്റർ ഇന്ദിരാഗാന്ധീസ് ആ സമയത്ത് അദ്ദേഹം മിനിസ്റ്ററായിരുന്നു. ഇപ്പോഴും വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അദ്ദേഹം ഒരുപാട് കോർഡിനേഷൻ ചെയ്യുന്നുണ്ട് ഭാരതത്തിൽ. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങൾ ഇനിയും വരണം. ഇവിടെ ഈ പ്രസക്തി ഇവിടെ വരുന്നതിലുണ്ട് അദ്ദേഹത്തിന്. കാരണം ഈ ഒരു വലിയൊരു സംഭവത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായത് ഇനിയും അതെല്ലാവരെയും കൂട്ടിച്ചേർക്കാനുള്ള പ്രസൻസാണ്. വളരെ നന്ദി. ഏതായാലും ശില്പ, അദ്ദേഹം മോഹൻജി പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇവിടെ പ്രസക്തിയുണ്ട്. പുല്ലിനെയും പുൽക്കൊടിയെയും പുഴുവിനെയും ഒക്കെ പൂജിക്കുന്ന, അതിനെയൊക്കെ ബഹുമാനിക്കുന്ന, പുഴയെ പൂജിക്കുന്ന, പലകളെ പൂജിക്കുന്ന ഒരു സംസ്കാരം, സനാതനധർമ്മം, അത് മറ്റെന്തുണ്ടല്ലേ ഇത്തരത്തിലൊരു സംസ്കാരം. കാരണം എല്ലാവരിലും ഈശ്വരീയത കാണുന്നു, എല്ലാത്തിലും ഈശ്വരീയത കാണുന്നു എന്നുള്ള ഒരു, നമ്മളെല്ലാവരും പറയും തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരനുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അത് എത്രത്തോളം വലിയൊരു സത്യമാണ് എന്നുള്ളതാണ്. നമുക്ക് ഈ നിളാനദിയെ മലിനമാക്കും എന്നൊക്കെ പലതരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ പറയാനുള്ളത് നിളാനദിയെ മലിനമാക്കുകയല്ല, നിളാനദിയെ നോക്കണം എന്നുള്ളതാണ്. ആരതിക്ക് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഈ നിളയുടെ തീരമെല്ലാം എത്രത്തോളം വൃത്തിയായി കിടക്കും. സേവാഭാരതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. കാരണം ഇവിടെ പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഒക്കെ ഒരു പേരിന് മാത്രമാണുള്ളത്. ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് സേവാഭാരതിയുടെ നേതൃത്വത്തിലാണ്. ട്രാഫിക് ആണെങ്കിലും, അത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട്, വെള്ളം കുടിക്കാനാണെങ്കിൽ അവിടെ വെള്ളം ഒരുക്കിയിട്ടുണ്ട്, ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഈ നിളയിൽ നടക്കുന്ന ആരതി സമയത്ത് അരക്കപ്പം വെള്ളത്തിൽ നിന്ന് ആളുകൾ കാണുന്നുണ്ട് ഭക്തിയോടുകൂടി. അവരെ നിയന്ത്രിക്കാൻ സേവാഭാരതി ശില്പ നിങ്ങളിലേക്ക് ഇനിയും വരാം. കാരണം ഇന്ന് വൈകിട്ട് ഇനിയും ഈ വർഷത്തെ കുംഭമേളയുമായി ബന്ധപ്പെട്ടുള്ള അവസാനത്തെ ആരതി നടക്കാൻ പോകുന്നു. അതിൻ്റെ മുഴുവൻ സമയ സംപ്രേഷണവുമായി വീണ്ടും നമുക്ക് നിളയുടെ തീരത്തെത്താം. എന്തായാലും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും ഉത്തർപ്രദേശിലെ വാരണാസിയിലും അതല്ലെങ്കിൽ പ്രയാഗ്രാജിലും മഹാരാഷ്ട്രയിലെ നാസിക്കിലും മധ്യപ്രദേശിലെ ഉജ്ജയിനിലും ഒക്കെ മാത്രം നമ്മൾ കണ്ടിരുന്ന ആരതിയും കുംഭമേളയും ഇതാ നമ്മുടെ കൊച്ചു കേരളത്തിലും എത്തിയിരിക്കുന്നു. അതൊരു വലിയ വിജയമായിരിക്കുന്നു. ഭക്തജന പ്രവാഹം തുടരുകയാണ്. ഇന്നിപ്പോൾ വൈകിട്ടുള്ള ആരതിയോടുകൂടിയാണ് ഈ വർഷത്തെ കുംഭമേള നിളയുടെ തീരത്ത് അവസാനിക്കുക.